ഇസ്രായേലിൽ നിന്നും നേരെ പറന്നുപോയ ഏതാണ്ട് 10ഓളം വിമാനങ്ങളാണ്. ഏതാണ്ട് 1500 മൈൽ 2250 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതാണ്ട് 10ഓളം യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നു. ഈ യുദ്ധവിമാനങ്ങൾ പറന്നുപോയി നേരെ പറന്നു പോകുന്ന സൗദിയുടെ മുകളിലൂടെ. ഇസ്രായേൽ വിട്ടാൽ ഉടൻ സൗദിയുടെ ആകാശത്ത് കയറി കഴിഞ്ഞു. സൗദി ആകാശത്ത് കൂടിയാണ് ഈ 10 വിമാനങ്ങളും പറന്നുപോയി. ഓരോ വിമാനവും 10 ബോംബ് വീതം ഇട്ടെന്ന് പറയുന്നത്. ഇട്ടത് എവിടെയാണ്? ദോഹ, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഇടത്ത് ഇവരുടെ ആസ്ഥാന മന്ദിരം തകർത്തു. ആ ഒരു കൃത്യത സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തൊട്ടടുത്ത് പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിന് തീപിടിച്ചില്ല. ആ കെട്ടിടം മാത്രം, അതായത് ഹമാസിന്റെ ആസ്ഥാനമായ ഹമാസിന്റെ നേതാക്കൾ താമസിക്കുന്ന ആ കെട്ടിടം മാത്രമാണ് തകർത്തത്. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും തകർത്തിട്ടില്ല. കൊല്ലപ്പെട്ട 6 പേരിൽ 5 പേരും ഹമാസാണ്. ഇപ്പം ഇവർ പറയുന്ന പോലെ ഹമാസിന്റെ വലിയ നേതാക്കളല്ലെങ്കിലും ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം ഒരു സൈനികൻ മാത്രമാണ് ഖത്തറിന് നഷ്ടമായത്. ഈ സൂക്ഷ്മത അസാധാരണമാണ്. അതായത് സൗദിയുടെ ആകാശത്തിന് പുറത്തുകൂടി പോയി ഖത്തറിലെ ഏറ്റവും തിരക്കേറിയ ദോഹ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തകർത്തിട്ട് തിരിച്ചു വരിക. ആ വിമാനങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. ഇസ്രായേലിന് ഒരാളപായവും ഉണ്ടായില്ല. വളരെ ഭംഗിയെ തിരിച്ചു വന്നു. ഇതാണ് ഇസ്രായേലിന്റെ സൂക്ഷ്മത. അവർ സിറിയയിലെ ഇറാനിയൻ എംബസി തകർത്തിട്ടുണ്ട്. അവർ ഹിസ്ബുള്ളയുടെ തലവനെ ആ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട്. ഇസ്മായിൽ ഖനിയെ ടെഹ്റാനിൽ വെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ സൂക്ഷ്മമായി അവർക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഒരു തരത്തിലും പിന്നോട്ടില്ല, ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഹമാസാണ്, ഹമാസിനെ തകർക്കുമെന്ന വാശിയിൽ. ഈ ആക്രമണം ഇതിനു മുമ്പുള്ള ആക്രമണം പോലെയല്ല, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഖത്തറാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥൻ. ഖത്തറിന് ഇനി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല. ഇടക്കാലത്ത് ഖത്തറുമായി ഭിന്നിച്ചു പോയെങ്കിലും ഖത്തർ മധ്യസ്ഥത തുടരുകയാണ്. ഖത്തർ ഇനി എങ്ങനെ മധ്യസ്ഥ ചർച്ച നടത്തും? എങ്ങനെ ഊരുറപ്പിച്ച് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയിരിക്കും? ഇസ്രായേൽ അവിടെയും ആക്രമണം നടത്തിയെന്ന് വരാം. അമേരിക്കയ്ക്ക് പോയിരിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. തീർത്ത് കളയും എന്ന വാശിയിലാണ്. എന്തെല്ലാം ചർച്ച നടന്നാലും ഹമാസ് ഇനി തുടരാൻ സാധ്യമല്ല. ആ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ട്രംപും ക്ഷുഭിതനാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം തന്നോട് ആലോചിച്ചില്ല, തൊട്ടു മുമ്പ് തന്നെ അറിയിച്ചു. തനിക്കത് തടയാൻ സാഹചര്യം ഉണ്ടായില്ല. ഇതാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയത്. പക്ഷെ പ്രത്യേകിച്ച് ട്രംപ് ശതകോടികൾ വിലയുള്ള ഒരു വിമാനമൊക്കെ ഖത്തറിൽ നിന്ന് സമ്മാനമായി കൈപ്പറ്റിയിരിക്കുന്ന സമയമാണ്. ഖത്തറിലും സൗദിയിലും ട്രംപ് പോയി ചർച്ച നടത്തി തിരിച്ചു വന്ന സമയമാണ്. ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഇസ്രായേലിനോട് ഭിന്നിക്കാനോ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനോ അമേരിക്കയ്ക്ക് കഴിയത്തുമില്ല.